ഗുഡ് മോർണിംഗ് ആൾ. നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലബേക്ക് ഇൻ്റഗ്രലിലെ മറ്റ് ചില പ്രോപ്പർട്ടീസാണ്. യൂണിഫോം ഇൻ്റഗ്രബിലിറ്റി, പിന്നീട് വിറ്റാലി കൺവേർജൻസ് തിയറം. അപ്പോൾ യൂണിഫോം ഇൻ്റഗ്രബിലിറ്റിനെ പറ്റി ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ യൂണിഫോം ഇൻ്റഗ്രബിലിറ്റിയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം ലെമ്മ 22. ലെറ്റ് ഇ ബി എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ ആൻഡ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0. Then E is disjoint union of finite collection of sets, each of which has measure less than delta. എന്താ പറയുന്നത്? E എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് മെഷർ ഉള്ള ഒരു സെറ്റ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു നമ്പർ ഡെൽറ്റ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. ഈ ഡെൽറ്റനേക്കാൾ മെഷർ ചെറുതായിട്ട് വരുന്ന കുറേ ഡിസ്ജോയിൻറ്റ് സെറ്റുകളുടെ യൂണിയനായിട്ട് ഈനെ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇ ആണ്. അപ്പോൾ നമ്മൾ ഒരു ഫൈനൈറ്റ് മെഷറുള്ള ഒരു സെറ്റാണ് ഇ. അപ്പോൾ ഒരു സ്റ്റോപ്പ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ സെറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഡെൽറ്റ എടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ ഡെൽറ്റ എടുക്കുന്നതിനനുസരിച്ചും ഈ സെറ്റുകളുടെ എണ്ണം വ്യത്യാസപ്പെടും. നമ്മൾ ഏത് ഡെൽറ്റ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ ഡെൽറ്റനേക്കാൾ ചെറുത് ഡിഫറൻസ് വരുന്ന രീതിയിൽ ഉള്ള ഡിസ്ജോയിൻറ്റ് സെറ്റുകളുടെ യൂണിയനായിട്ട് ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് ആര് പറയുന്നത്? ഈ ലെമ്മ പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. By the continuity of measure, limit n tends to infinity, measure of e minus nn equal to measure of phi equal to 0. എങ്ങനെയാണ്? e എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഒരു സെറ്റ് ഉണ്ട്. അപ്പോൾ e മൈനസ് nn എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ n 1 ആവുമ്പോൾ എന്താ അത് വരിക? e മൈനസ് 1 1 എന്നുള്ളതാണ് വരിക അല്ലേ? മൈനസ് 1 1 ഈ മൈനസ് nn എന്നല്ല മൈനസ് nn, ദറ്റ് ഈസ് ഈ മൈനസ് 1 1. അപ്പോൾ ഈ എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ നിന്നും മൈനസ് 1 1 എന്ന് പറയുന്നത് ഒഴിവാക്കിയാൽ കിട്ടുന്ന ആൾ. തൽക്കാലം ഞാൻ അയാൾ E1 എന്ന് വിളിക്കുകയാണ്. അതായത് ഈ പോർഷൻസ് ആണ് എന്ത് വരിക? E1. E2 E മൈനസ് 2 2. അപ്പോൾ മൈനസ് 2 2 എന്ന ഇൻ്റർവെല്ല് റിമൂവ് ചെയ്താൽ കിട്ടുന്ന ആൾ, അയാളാണ് E2. അപ്പോൾ E1ഉം E2 തമ്മിലുള്ള ബന്ധം എന്താ? അതായത് E2 പറയുന്നത് ഇത്രയും ഭാഗം. അപ്പോൾ E1ഉം E2 തമ്മിലുള്ള ബന്ധം എന്താ? E1 എൻ്റെ സബ്സെറ്റാണ് E2 അല്ലേ? E1നേക്കാൾ ചെറുതാണ് E2. അപ്പോൾ E3 എന്തായിരിക്കും? മൈനസ് 3 3 റിമൂവ് ചെയ്യുമ്പം വിച്ച് കണ്ടെയ്ൻസ് E3 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആണല്ലോ. അപ്പോൾ E മൈനസ് 1 1 E മൈനസ് 2 ഇങ്ങനെ പോകും. അപ്പോൾ ഇത് സെൻറ്റൻസ് ടു ഇൻഫിനിറ്റി പോയി കഴിഞ്ഞാൽ ഇതിന് ഇങ്ങനെ എല്ലാവരെയും റിമൂവ് ചെയ്ത് പോവില്ലേ? ഇതിന് ഓരോ കേസ് എത്തുമ്പോൾ ഇതൊരു ഫൈനൈറ്റ് മെഷറുള്ള സെറ്റാണ്. അപ്പോൾ പോയി ഇയാളിൽ നിന്ന് എല്ലാവരും നമുക്ക് റിമൂവ് ചെയ്ത് പോവാം. അപ്പം ഈവൻ റാഷണൽസ് ഒക്കെ ആണെങ്കിൽ എൻ പോയിൻ്റ് വരും. പക്ഷേ സെൻറ്റൻസ് ടു ഇൻഫിനിറ്റി പോരുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് മൊത്തം റിയൽ നമ്പേഴ്സിലെ എല്ലാ ഇൻ്റർവെല്ലിനും ഒഴിവാക്കാം. ഫൈനലി നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ലിമിറ്റ് വരിക. അതായത് ആ ഇൻ്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ വരിക? എല്ലാവരെയും റിമൂവ് ചെയ്താൽ കിട്ടുന്ന ലാസ്റ്റ് ഭാഗം, അതിൻ്റെ മെഷർ അതെന്താ സെറ്റ്? ഫലത്തിൽ എം ടി സെറ്റ് എന്നായിരിക്കും. അതിൻ്റെ മെഷർ 0 ആണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മെഷർ ഓഫ് ഇ മൈനസ് n എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ സെൻറ്റൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ അതിൻ്റെ മെഷർ 0 ആയിരിക്കും. ഓക്കെ, എന്നാൽ നമുക്ക് എന്ത് പറയാം? നമ്മളിപ്പോൾ ഒരു ഡെൽറ്റ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് n ടെൻസ് ടു ഇൻഫിനിറ്റി ഇത് 0 ആവും. അതായത് ഓരോ സ്റ്റെപ്പിൽ ഇത് കുറഞ്ഞ് വരികയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ നമുക്കൊരു n0 എന്ന് പറയുന്ന ഒരു സ്റ്റേജ് കാണാം. മെഷർ ഓഫ് ഇ മൈനസ് n0 ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട്, ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയുടെ മെഷർ എന്തോ ഒരു ഫൈനൈറ്റ് മെഷറാണ്. അത് ഇപ്പം ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ചിലപ്പം മൈനസ് 1 1 തന്നെ ചൂസ് ചെയ്താൽ ചിലപ്പോൾ അതിൻ്റെ മെഷർ ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് കിട്ടും. അല്ലാത്ത ഏത് കേസിലും നമുക്ക് എന്ത് പറയാം? അങ്ങനെ ചിലപ്പോൾ ഒരു മൈനസ് 10 10 എന്നുള്ള ബാക്കി റിമൂവ് ചെയ്താൽ കിട്ടുന്ന പോർഷനായിരിക്കും ഈ ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് വരുന്ന ആൾ. അപ്പോൾ മെഷർ ഓഫ് ഇ മൈനസ് n0 എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് ഒരു സ്റ്റേജെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇ. അതിൽ ഞാനൊരു n0 എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ചൂസ് ചെയ്യാണ്. അപ്പം കിട്ടുന്ന ഇത്രയും ഭാഗത്തിൻ്റെ ലെങ്ത്ത് ഇതാണ് ബാക്കി വരുന്ന ഇയുടെ പോർഷൻസ്. ഈ n0 എന്ന് ഞാൻ തൽക്കാലം വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ മെഷർ ഓഫ് ഈ n0 എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് എനിക്ക് ചൂസ് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ n0 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനെ നമ്മൾ പാർട്ടീഷൻ ചെയ്യുക. ഓരോ ഇൻ്റർവെല്ലിൻ്റെയും ലെങ്ത്ത് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് വരുന്ന രീതിയിൽ.
ഓക്കെ, അത് പോസിബിൾ ആണല്ലോ. ഈ -n0 n0 എന്ന് പറയുന്ന ഇൻ്റർവെല്ലിനെ അങ്ങനെ പാർട്ടീഷൻ ചെയ്യാം. അങ്ങനെ പാർട്ടീഷൻ ചെയ്താൽ ഇപ്പം കിട്ടുന്ന സെറ്റ് ആരൊക്കെയാണ്? ഒന്ന് ഈ n0കളുടെ പാർട്ടീഷൻ, n02 എന്ന് ഞാൻ വെറുതെ വിളിക്കുകയാണ്. അങ്ങനെ ഉള്ള ഈ ഇൻ്റർവെൽസുകൾ, പിന്നെ ഈ n0 എന്ന് പറയുന്ന ഈ ഭാഗം -n0 n0 ഇതിൽ നിന്നും റിമൂവ് ചെയ്താൽ കിട്ടുന്ന ഭാഗം. അപ്പോൾ ഈ എല്ലാവരും കൂടി കൂടിക്കഴിഞ്ഞാൽ മൊത്തം ആയി അല്ലേ? മാത്രമല്ല ഇവയുടെ ഓരോന്നിൻ്റെയും മെഷർ, ഈ ഇൻ്റർവെല്ലിൻ്റെ ഒക്കെ മെഷർ ലെസ് ദാൻ ഡെൽറ്റയാണ്. കൂടാതെ മെഷർ ഓഫ് n0 നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ലെസ് ദാൻ ഡെൽറ്റയാണ്. അപ്പം എന്തായി? നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഫൈനൈറ്റ് ആയിട്ടുള്ള മെഷറബിൾ സെറ്റ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്തു ഓരോന്നിൻ്റെയും ലെങ്ത്ത് ലെസ് ദാൻ ഡെൽറ്റയായിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രപ്പോസിഷൻ. Let f be a measurable function on E. If f is integrable over E, then for each epsilon greater than 0, there is a delta greater than 0 for which, if a subset of E is measurable and measure of a less than delta, then integral over a mod f less than epsilon. എന്താണ് പറയുന്നത്? എഫ് എന്ന് പറയുന്നത് ഒരു മെഷറബിൾ ഫംഗ്ഷൻ ആണ്, അറിയാം. എഫ് ഇൻ്റഗ്രബിൾ ആണ് എന്ന് വിചാരിക്കുക. എഫ് ഇൻ്റഗ്രബിൾ ആണെങ്കിൽ നമ്മൾ ഏതൊരു എപ്സിലോൺ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കിട്ടും. സച്ച് ദാറ്റ് നമ്മൾ ഇയുടെ സബ്സെറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്സെറ്റ്, എ സബ്സെറ്റ് ഓഫ് ഇ വിത്ത് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് ചൂസ് ചെയ്താൽ ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അപ്പോൾ നമ്മളെ ഇഷ്ടമുള്ളൊരു എപ്സിലോൺ ചൂസ് ചെയ്താൽ നമുക്കൊരു ഡെൽറ്റ കിട്ടും. ആ ഡെൽറ്റനേക്കാൾ മെഷർ കുറവായ ഏതൊരു സബ്സെറ്റിലും മോഡ് എഫിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ലെസ് ദാൻ എപ്സിലോൺ ആയിട്ട് വരും. അത് എഫ് ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ ഈ ഒരു കാര്യം ട്രൂ ആയിരിക്കും. തിരിച്ച് കോൺവേഴ്സ്ലി, ഇൻ കേസ് ഓഫ് മെഷർ ഓഫ് ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി, ഇഫ് ആൻഡ് ഓൺലി ഇഫ് പറയാത്തത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറയുമ്പം മെഷർ ഓഫ് ഇയുടെ ഫൈനൈറ്റ്നെസ് നമുക്ക് ആവശ്യമില്ലെങ്കിലും തിരിച്ച് പറയാൻ മെഷർ ഓഫ് ഇ ഫൈനൈറ്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് കോൺവേഴ്സ്ലി സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഇഫ് ആൻഡ് ഓൺലി ഇഫ് യൂസ് ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പം മെഷർ ഓഫ് ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി ആവുന്ന കേസിൽ മാത്രമേ കോൺവേഴ്സ് ഹോൾഡ് ചെയ്യുള്ളൂ. അപ്പോൾ കോൺവേഴ്സ്ലി ഇൻ ദ കേസ് മെഷർ ഓഫ് ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെങ്കിൽ ഏതൊരു എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഉണ്ട്. കൂടാതെ മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന ഏതൊരു സബ്സെറ്റിലും ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് ലെസ് ദാൻ എപ്സിലോണും ആണെങ്കിൽ എഫ് ഇൻ്റഗ്രബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൂഫ് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എഫ് ജനറൽ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പറയുന്നത് എഫ് ജനറൽ ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് എഫ് പ്ലസ് മൈനസ് എഫ് മൈനസ് എന്ന് എഴുതാം. അതായത് എഫിൻ്റെ പോസിറ്റീവ് പാർട്ടിനെയും നെഗറ്റീവ് പാർട്ടിനെയും ഡിഫറൻസ് ആയിട്ട്. പോസിറ്റീവ് പാർട്ടും നെഗറ്റീവ് പാർട്ടും സെപ്പറേറ്റ്ലി അത് നോൺ നെഗറ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിന് ഇത് ട്രൂ ആണെന്ന് കാണിച്ചാൽ എഫിൻ്റെ പോസിറ്റീവ് പാർട്ടിനും ഇത് ട്രൂ ആണ്, നെഗറ്റീവ് പാർട്ടിനും ഇത് ട്രൂ ആണ്. അപ്പോൾ ജനറലായിട്ട് എഫിന് ഇത് ട്രൂ ആണ് എന്നുള്ള കാര്യത്തിൽ, അതായത് മോഡ് എഫ് ആണ്. അപ്പോൾ എഫ് പ്ലസ് പ്ലസ് എഫ് മൈനസ് എന്നുള്ള ക്വാണ്ടിറ്റിയാണ് വരിക. അപ്പോൾ അത് ട്രൂ ആണെന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ നമുക്കത് അതിലെത്തിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എഫ് പോസിറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്, നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള എഫിനാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എഫ് ഇൻ്റഗ്രബിൾ ആണ് എന്ന് അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. എഫ് ഇൻ്റഗ്രബിൾ എന്നിട്ട് ഈ റിസൾട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഇൻ്റഗ്രബിൾ ആണ്, നമ്മൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, എഫ് ഇൻ്റഗ്രബിൾ ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഇനി നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽ എന്താ പറയുന്നത്? ഒരു ബൗണ്ടഡ് മെഷറബിൾ. എങ്ങനെ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രലിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത്? എഫ് നോൺ നെഗറ്റീവ് ഫംഗ്ഷനാണ് എങ്കിൽ എഫിൻ്റെ താഴെയുള്ള അല്ലേ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ, നമ്മൾ എച്ച് ആയിരുന്നു എടുത്തിരുന്നത്. എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ആണ്. എച്ച് ബൗണ്ടഡ് ആണ്, മെഷറബിൾ ആണ്, വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് ഉള്ള ഇത്തരം എച്ചുകളുടെ ഇൻ്റഗ്രലിൻ്റെ സുപ്രീമമായിരുന്നു എഫ്. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ എടുക്കുന്നത് എച്ചിന് പകരം എഫ് എപ്സിലോൺ എന്ന് പറയുന്ന ഫംഗ്ഷനായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എഫ് എപ്സിലോൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടും. അങ്ങനെ ദർ ഈസ് എ മെഷറബിൾ ബൗണ്ടഡ് ഫംഗ്ഷൻ എഫ് എപ്സിലോൺ വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട്. ആ എഫ് എപ്സിലോൺ എങ്ങനെ ചൂസ് ചെയ്യുന്നത്? നമുക്ക് എഫ് നമ്മൾ ബൈ ഡെഫിനിഷൻ അല്ലെങ്കിൽ തന്നെ ഇവിടെ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഇവിടെ തന്നെ പറയാം
എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണ്, എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫംഗ്ഷനാണ്, എഫ് ഇൻ്റഗ്രബിൾ ആണ്. അപ്പം ഇൻ്റഗ്രൽ ഓവർ ഈ എഫിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നത് സുപ്രീമം ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഈ എച്ച് വെർ എച്ച് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് ആണല്ലോ. അങ്ങനെയുള്ള ഫംഗ്ഷനായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇത് സുപ്രീമമാണ് അല്ലേ? അപ്പം ഇതിലുള്ള ഒരു മെമ്പർ നമുക്ക് എന്ത് പറയാം, ഒരു എപ്സിലോൺ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള എഫ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ്, അതായത് ഈ സുപ്രീമവും ഇതിലുള്ള ഒരു മെമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം, ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് is supremum, therefore integral over f minus epsilon by 2 is not an upper bound. അത് അപ്പർ ബൗണ്ട് ആവില്ല, കാരണം ഇത് സുപ്രീം ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി കുറഞ്ഞാൽ അത് അപ്പർ ബൗണ്ട് ആവില്ല. അതിൻ്റെ അർത്ഥം എന്താ, ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു മെമ്പർ, അതായത് ഇൻ്റഗ്രൽ ഓവർ ഈ എഫിൻ്റെയും ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് മൈനസ് എപ്സിലോൺ ബൈ ടുൻ്റെ ഇടയിലായിട്ട് ഒരു മെമ്പർ, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് മൈനസ് എപ്സിലോൺ ബൈ 2 എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് അല്ല എന്ന് പറയുന്നത് പ്രകാരം അതിനേക്കാൾ വലിയൊരു മെമ്പർ ഈ സെറ്റിലുണ്ടാവും. ദാറ്റ് ഈസ് ആ മെമ്പറിനെയാണ് ഞാൻ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എപ്സിലോൺ എന്ന് വിളിക്കുന്നത്. ഈ എഫ് എപ്സിലോൺ എന്ന് പറയുന്നത് എന്താ, ഈ എച്ച് നമ്മൾ കളക്ഷൻ എടുത്തിട്ടുള്ള ഇൻ്റഗ്രൽ ഓവർ എച്ച് ആ സെറ്റിലെ മെമ്പർ, അതായത് ഈ എഫ് എപ്സിലോൺ ഒരു ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ടാണ്. കൂടാതെ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് മൈനസ് എപ്സിലോൺ ബൈ 2 ലെസ് ദാൻ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എപ്സിലോൺ ആയിരിക്കും, കാരണം ഇത് അപ്പർ ബൗണ്ട് ആവില്ല എന്നുള്ള കണ്ടീഷനിൽ വരുന്ന ഒരാളാണ്. ഞാനൊരു അതിന് സെലക്ട് ചെയ്ത ഒരേ ഒരു പെർട്ടിക്കുലർ ആളാണ്. എച്ച് നമ്മൾ ജനറലായിട്ട് പറയുന്ന ആളാണ്, അതിനൊരു പെർട്ടിക്കുലർ മെമ്പറിനെ നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എപ്സിലോൺ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് പറയാം. ഓക്കെ, so there is a measurable bounded function f epsilon of finite support for which 0 less than or equal to f epsilon less than or equal to f 1 e and 0 less than or equal to integral over e f minus integral over e f epsilon less than epsilon by 2. ഇനി f minus f epsilon greater than or equal to 0 ആയിരിക്കും, കാരണം f epsilon less than or equal to f ആണ്. so f minus f epsilon greater than or equal to 0. ഇനി നമ്മുടെ അസംഷനിലുള്ളതാണ് എ സബ്സെറ്റ് ഓഫ് ഈ മെഷറബിൾ ആണ്, കൂടാതെ മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ നമുക്ക് എന്താ കാണിക്കുന്നത്, ഇനി നമുക്ക് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ആയിട്ടുള്ള നമുക്കൊരു ഡെൽറ്റ അദ്ദേഹം കണ്ടെത്താനുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ഈ മെഷറബിൾ ആണ്, നമ്മളൊരു ഡെൽറ്റ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ആ ഡെൽറ്റ മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് വരുന്ന സെറ്റുകളിൽ ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് ലെസ് ദാൻ എപ്സിലോൺ ആണെന്ന് കാണിക്കണം. ഓക്കെ, ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ഇൻ്റഗ്രൽ നമുക്ക് എഫ് മൈനസ് എഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. എ സബ്സെറ്റ് ഓഫ് ഇ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ എ എഫ് എപ്സിലോണിന് അഡിറ്റിവിറ്റി യൂസ് ചെയ്ത് ഇൻ്റഗ്രൽ ഓവർ എ എഫ് മൈനസ് എഫ് എപ്സിലോണിന് എഴുതാം. എ സബ്സെറ്റ് ഓഫ് ഇ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എഫ് മൈനസ് എഫ് എപ്സിലോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എഫ് മൈനസ് എഫ് എപ്സിലോൺ എന്ന് നമുക്ക് പറയാം. ജനറലായിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, മെഷർ 0 ആയിട്ടുള്ള സെറ്റാണ്, സബ്സെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇക്വാലിറ്റി പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ജനറലായിട്ട് നമുക്കിതിങ്ങനെ പറയാം. ഇനി ഇൻ്റഗ്രൽ ഓവർ ഇയിൽ നമ്മൾ വീണ്ടും അവിടെ അഡിറ്റിവിറ്റി യൂസ് ചെയ്താൽ ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എപ്സിലോൺ എന്ന് വരും. ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് ഇപ്പം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായി, ഇൻ്റഗ്രൽ ഓവർ എ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ എ എഫ് എപ്സിലോൺ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്ന് കിട്ടി. ഇനി എഫ് എപ്സിലോണിൻ്റെ പ്രത്യേകത എന്താ, എഫ് എപ്സിലോൺ ഒരു ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ടാണ്. സോ എഫ് എപ്സിലോൺ ഇസ് ബൗണ്ടഡ്. അത് ബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ അതിനൊരു ബൗണ്ട് എം നമുക്ക് കാണാൻ പറ്റും, എം ഗ്രേറ്റർ ദാൻ 0 ഫോർ വിച്ച് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എപ്സിലോൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഓൺ ഇ നോട്ട്. ഓക്കെ, അതിൻ്റെ ഒരു അപ്പർ ബൗണ്ട് എഫ് എപ്സിലോണിൻ്റെ ബൗണ്ടായിട്ട് നമ്മൾ എമ്മിനെ ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എ എഫ് എന്ന് പറയുന്നത് എങ്ങനെ പറയാം, ഇൻ്റഗ്രൽ ഓവർ എ എഫ് എപ്സിലോൺ പ്ലസ് എപ്സിലോൺ ബൈ 2. കാരണം എന്താ, ഇൻ്റഗ്രൽ ഓവർ എ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ എ എഫ് എപ്സിലോൺ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 ആണ്. അതിൽ നിന്ന് ഇൻ്റഗ്രൽ ഓവർ എ എഫിനെ എങ്ങനെ എഴുതാം, ലെസ് ദാൻ ഇൻ്റഗ്രൽ ഓവർ എ എഫ് എപ്സിലോൺ പ്ലസ് എപ്സിലോൺ ബൈ 2 എഴുതാം. ഇൻ്റഗ്രൽ ഓവർ എ എഫ് എപ്സിലോണിനെ ലെസ് ദാൻ എം എന്ന് എഴുതാം. ലെസ് ദാൻ എം അല്ല, എഫ് എപ്സിലോൺ ലെസ് ദാൻ എം ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എ എഫ് എപ്സിലോൺ ലെസ് ദാൻ ഇൻ്റഗ്രൽ ഓവർ എ എം ആണ്. ഇതൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ എം ഇൻറ്റു മെഷർ ഓഫ് എ എന്ന് എഴുതാം.
അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എഫ് എപ്സിലോണിന് പകരം എം ഇൻറ്റു മെഷർ ഓഫ് എ എന്ന് എഴുതാം പ്ലസ് എപ്സിലോൺ ബൈ 2. ഓക്കെ, ഇനി നമ്മൾ ഡെൽറ്റാനെ ഡിഫൈൻ ചെയ്യാണ്. ഡെൽറ്റ എന്ന് പറയുന്നത് എപ്സിലോൺ ബൈ 2m. വെൽ ഡിഫൈൻഡ് ആണ്, കാരണം എഫ് എപ്സിലോണിൻ്റെ അപ്പർ ബൗണ്ട് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയ ആളാണ് എം. എപ്സിലോണും നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞാണ്. അപ്പോൾ എപ്സിലോൺ ബൈ 2m ഡെൽറ്റ വെൽ ഡിഫൈൻഡ് ആണ്. അങ്ങനെയാണ് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ഇത് ഇൻ്റഗ്രൽ ഓവർ എ എഫ് എന്ത് വരും? ഇഫ് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ദെൻ ഇൻ്റഗ്രൽ ഓവർ എ എഫ് എന്താണ്? ലെസ് ദാൻ ഒരു ഈക്വൽ ടു എം ഇൻറ്റു മെഷർ ഓഫ് എക്ക് പകരം ലെസ് ദാൻ ഡെൽറ്റ ഞാൻ അപ്ലൈ ചെയ്യാം, എം ഡെൽറ്റ പ്ലസ് എപ്സിലോൺ ബൈ 2. എന്താ ഡെൽറ്റ? എം ഇൻറ്റു എപ്സിലോൺ ബൈ 2m പ്ലസ് എപ്സിലോൺ ബൈ 2. 2m എം ക്യാൻസലായി, എപ്സിലോൺ ബൈ 2 പ്ലസ് എപ്സിലോൺ ബൈ 2 ഈക്വൽ ടു എപ്സിലോൺ. അപ്പോൾ എന്തായി? ഇൻ്റഗ്രൽ ഓവർ എ എഫ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വന്നു. എഫ് ഒരു നോൺ നെഗറ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എ എഫ് എന്ന് പറഞ്ഞാലും ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് എന്ന് പറഞ്ഞാലും ഒക്കെ കണക്ക് തന്നെയാണ്. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്? എഫ് ഒരു പോസിറ്റീവ് ഫംഗ്ഷനായിട്ട് നമ്മൾ ആദ്യം തന്നെ അസ്യൂം ചെയ്തു. അതിൽ ഫസ്റ്റ് പാർട്ട് വേണ്ടിയിട്ട് നമ്മൾ എഫ് ഇൻ്റഗ്രബിൾ ആണ് എന്ന് അസ്യൂം ചെയ്തു. എഫ് ഇൻ്റഗ്രബിൾ ആണ്, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്ത് നോൺ നെഗറ്റീവ് ഫംഗ്ഷനാണ് എഫ്. അതിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റി? അത് സുപ്രീമം എന്നുള്ള ആ പ്രോപ്പർട്ടിയിൽ നിന്നും നമുക്കൊരു എപ്സിലോൺ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എഫ് എപ്സിലോൺ എന്ന് പറയുന്ന ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ വിത്ത് ഫൈനൈറ്റ് സപ്പോർട്ട് ആയിട്ടുള്ള എഫ് എപ്സിലോണിന് കിട്ടും. ദാറ്റ് സാറ്റിസ്ഫൈ ദിസ് പ്രോപ്പർട്ടി. ഓക്കെ, പിന്നെ ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റി? എ സബ്സെറ്റ് ഓഫ് ഇ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ എ എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ എ എഫ് എപ്സിലോൺ എന്നുള്ളതിന് അഡിറ്റിവിറ്റി റൂൾ യൂസ് ചെയ്തുകൊണ്ട് ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നും അതിന് ഇൻ്റഗ്രൽ ഓവർ എ എഫ് ലെസ് ദാൻ ഇൻ്റഗ്രൽ ഓവർ എഫ് എപ്സിലോൺ പ്ലസ് എപ്സിലോൺ ബൈ 2 എന്നും പറഞ്ഞു. ഇനി എഫ് എപ്സിലോൺ ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അതിനൊരു ബൗണ്ട് എം ചൂസ് ചെയ്യാൻ പറ്റും. ആ എം യൂസ് ചെയ്ത് നമ്മൾ ഡെൽറ്റാനെ ഡിഫൈൻ ചെയ്തു. ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2. ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ ബൈ 2m ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ എഫിന് നമ്മൾ എം ഇൻറ്റു എപ്സിലോൺ ബൈ 2 എം ഇൻറ്റു എം മെഷർ ഓഫ് എ പ്ലസ് എപ്സിലോൺ ബൈ 2 എന്നും അതിൽ നിന്നും എപ്സിലോൺ ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചെയ്തത്. ഇനി ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട് പറഞ്ഞിട്ടുണ്ട്. കോൺവേഴ്സ് പാർട്ടിന് ആദ്യം തന്നെ മെഷർ ഓഫ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് എന്നുള്ള അസംഷൻ നമുക്ക് വേണം. കൂടാതെ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0യും ഒരു ഡെൽറ്റ ഉണ്ടെങ്കിൽ ഏതൊരു എപ്സിലോൺ ചൂസ് ചെയ്താലും നമുക്കൊരു ഡെൽറ്റ കിട്ടും. സച്ച് ദാറ്റ് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന ഏതൊരു സബ്സെറ്റിനും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് ലെസ് ദാൻ മോഡ് എഫിൻ്റെ ആവശ്യമില്ല, എഫിന് പോസിറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എ എഫ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കുന്നു. അപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു 1 എന്നുള്ള നമ്പർ ചൂസ് ചെയ്തു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ നമുക്ക് കിട്ടും. അതിനെ നമ്മൾ ഡെൽറ്റ നോട്ട് എന്ന് വിളിക്കുകയാണ്. ഇനി മെഷർ ഓഫ് ഈ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊട്ട് മുമ്പേ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ലെമ്മ എന്തായിരുന്നു? ഫൈനൈറ്റ് മെഷറുള്ള ഒരു സെറ്റാണ് എങ്കിൽ നമ്മൾ ഏതൊരു ഡെൽറ്റ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിനേക്കാൾ മെഷർ ലെസ്സറായിട്ട് വരുന്ന സെറ്റ്സുകളുടെ യൂണിയനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? എപ്സിലോൺ ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ കിട്ടിയിട്ടുണ്ട്. സോ ഡെൽറ്റ നോട്ട്. ഇനി മെഷർ ഓഫ് ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ആ ലെമ്മ പ്രകാരം നമുക്ക് എന്ത് പറയാം? ഇയെ നമുക്ക് മെഷർ ലെസ് ദാൻ ഡെൽറ്റ നോട്ട് ആയിട്ട് വരുന്ന ഡിസ്റ്റോയിൻറ്റ് സെറ്റുകളുടെ യൂണിയൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് ഈസ് ഇ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് യൂണിയൻ കെ ഈക്വൽ ടു 1 ടു ക്യാപിറ്റൽ എൻ. ഫൈനൈറ്റ് യൂണിയൻ അല്ലേ? വെൻ ഇ കെ വേർ മെഷർ ഓഫ് ഇ കെ ലെസ് ദാൻ ഡെൽറ്റ നോട്ട് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആ ലെമ്മ പ്രകാരം അവിടെയാണ് നമ്മൾ ഈ ഫൈനൈറ്റ്നെസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ എക്സ്പ്രസ് ചെയ്താൽ ഇവിടെ ഡെൽറ്റ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നുകിൽ ഇവിടെ എപ്സിലോൺ 1ന് കറസ്പോണ്ടിങ് ആയി ഇവിടെ ഡെൽറ്റ എന്നെടുക്കുക, അല്ലെങ്കിൽ ഈ ഡെൽറ്റ മാറ്റി ഡെൽറ്റ നോട്ട് എന്ന് തന്നെ എഴുതാം. ഏറ്റവും നല്ലത് ഈ ലെസ് ദാൻ ഡെൽറ്റ മാറ്റി ഡെൽറ്റ നോട്ട് എന്ന് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും. കാരണം ഒരു പെർട്ടിക്കുലർ നമ്പറായിട്ട് നമ്മൾ ഡെൽറ്റ ത്രൂ ഔട്ട് വേരിയബിൾ ആയിട്ട് തന്നെ നമ്മൾ ഏതെന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പെർട്ടിക്കുലർ 1 എന്ന് പറയുന്ന എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മളിത് എടുത്തത്. അപ്പോൾ ഈ 1 എന്ന് പറയുന്ന എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് എന്താ? ഇൻ്റഗ്രൽ ഓവർ, അതായത് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന ഏതൊരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാലും ഇൻ്റഗ്രൽ ഓവർ എ എഫ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇയുടെ സബ്സെറ്റുകളാണ് ഇ കെ. ഓരോ ഇ കെയുടെ മെഷറും ലെസ് ദാൻ ഡെൽറ്റ നോട്ടാണ്.
അപ്പം നമുക്ക് എന്ത് പറയാം, ഇൻ്റഗ്രൽ ഓവർ ഇ കെ എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ് ഫോർ ഓൾ കെ ഈക്വൽ ടു 1 to etc n. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ ടോട്ടൽ എടുത്താൽ ഇൻ്റഗ്രൽ ഓവർ ഇ വൺ എഫ് പ്ലസ് എക്സെട്ര ഇൻ്റഗ്രൽ ഓവർ ഇ എൻ എഫ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, വിച്ച് ഇസ് ലെസ് ദാൻ 1 പ്ലസ് എക്സെട്ര ടോട്ടൽ n1 ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു n എന്ന് പറയാം. അപ്പോൾ എന്തായി, ദാറ്റ് ഈസ് സിഗ്മ k ഈക്വൽ ടു 1 to n ഇൻ്റഗ്രൽ ഓവർ ഇ കെ എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ n ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ ഓവർ ഈ എഫിന് ഇൻ്റഗ്രൽ ഓവർ ദാറ്റ് ഈസ് ഇതിന് ഇ എന്നുള്ള യൂണിയൻ കെ ഈക്വൽ ടു 1 to n എഫ് എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു എന്താ, നമ്മൾ അഡിറ്റിവിറ്റി ഡിസ്ജോയിൻറ്റ് യൂണിയൻ ആണ് അല്ലേ. അപ്പം അഡിറ്റിവിറ്റി ഓവർ ഡൊമൈൻ എന്നുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം, സിഗ്മ കെ ഈക്വൽ ടു 1 to n ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്ന് പറയാം, വിച്ച് ഇസ് ലെസ് ദാൻ n. ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ലെസ് ദാൻ n ആണ്, ദാറ്റ് ഈസ് ഫൈനൈറ്റ്. അതുകൊണ്ട് എഫ് ഇൻ്റഗ്രബിൾ ആണ് എന്ന് പറയാം. നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ ആണ്, എ ഫാമിലി എഫ് ഓഫ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ ഇ ഈസ് സെറ്റ് ടു ബി യൂണിഫോംലി ഇൻ്റഗ്രബിൾ. നമ്മൾ അതിലേക്കാണ് തുടങ്ങിയത് അല്ലേ. over E provided for each epsilon greater than 0 there is a delta greater than 0 such that for each f in f if a subset of E is measurable and measure of A less than delta then integral over A mod f less than epsilon. അപ്പോൾ യൂണിഫോംലി ഇൻ്റഗ്രബിൾ ഓവർ ഇ എന്ന് പറയണമെങ്കിൽ അതൊരു ഫംഗ്ഷനെ അല്ല പറയാം, ഒരു ഫംഗ്ഷൻസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ പറയുക. അപ്പോൾ എഫ് എന്ന് പറയുന്ന കുറച്ച് ഫംഗ്ഷൻസിൻ്റെ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അതിൽ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. ഈ ഫംഗ്ഷൻസിൽ ഈ ഫംഗ്ഷൻസ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, നമ്മളൊരു എപ്സിലോൺ എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കിട്ടണം, ഒരു ഫിക്സഡ് ഡെൽറ്റ. ഏത് ഫംഗ്ഷൻ നമ്മൾ ഇതിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ആവുന്ന കേസിലൊക്കെ ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് ലെസ് ദാൻ എപ്സിലോൺ ആവും. അതായത് ഫംഗ്ഷൻ മാറുന്നതിനനുസരിച്ചൊന്നും ഡെൽറ്റ മാറരുത്. എപ്സിലോൺ നമ്മളൊന്ന് എടുത്തു, അപ്പം നമ്മളിപ്പം എഫ് എന്ന് പറയുന്നതിൽ കുറച്ച് കളക്ഷൻ ഓഫ് ഫംഗ്ഷൻസ് ഉണ്ട്. ഞാൻ എപ്സിലോൺ എന്ന് പറഞ്ഞ് 1 എടുത്തു, അപ്പോൾ എനിക്ക് ഡെൽറ്റ അറിഞ്ഞൊരു 0.5 കിട്ടിയെന്ന് സപ്പോസ് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഇതിൽ നമ്മൾ F1 F2 F3 ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു സെറ്റ് എടുക്കുകയാണ്, ഒരു A1. ആ A1ൻ്റെ മെഷർ ലെസ് ദാൻ 0.5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ F1 എടുത്തു കഴിഞ്ഞാലും ഇൻ്റഗ്രൽ ഓവർ F2 എടുത്തു കഴിഞ്ഞാൽ ഏതെടുത്തു കഴിഞ്ഞാലും എനിക്ക് ലെസ് ദാൻ ഈ 1 തന്നെ കിട്ടിയിരിക്കണം. ഓക്കെ, ഫംഗ്ഷൻ അനുസരിച്ചൊന്നും ഡെൽറ്റ മാറരുത്, എപ്സിലോൺ മാറിയാൽ ഡെൽറ്റ മാറാം. അങ്ങനെ എല്ലാ ഫംഗ്ഷൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഡെൽറ്റ തന്നെ ആയിരിക്കും നമുക്ക് ഈ എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഡെൽറ്റ സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കളക്ഷനെ നമ്മൾ എഫ് എന്ന് പറയുന്ന കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, അത് യൂണിഫോംലി ഇൻ്റഗ്രബിൾ ഓവർ ഇ ആണ്. നെക്സ്റ്റ് ഒരു കുഞ്ഞു പ്രപ്പോസിഷനാണ്, എഫ് കെ ഈക്വൽ ടു 1 to n എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ഫംഗ്ഷൻസ് ആണ് വിച്ച് ആർ ഇൻ്റഗ്രബിൾ ഓവർ ഇ. അപ്പോൾ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ഫംഗ്ഷൻ എടുത്തത് അങ്ങനെയാണെങ്കിൽ അത് യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആണ്. അതായത് എപ്പോഴും നമ്മളൊരു കളക്ഷൻ പറഞ്ഞു, അപ്പോൾ ഒരു കളക്ഷൻ ഒരു എക്സാമ്പിളാണ് യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആയ ഫംഗ്ഷൻസിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഈ കളക്ഷനിൽ ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് മെമ്പേഴ്സ് ആണ് ഉള്ളത് എങ്കിൽ അത് യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആയിരിക്കും. അപ്പോൾ അത് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ എപ്സിലോൺ ചൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പ്രപ്പോസിഷൻ പ്രകാരം എന്ത് പറയാം, ഈ എപ്സിലോണിന് എഫ് ഇൻ്റഗ്രബിൾ ആണെങ്കിൽ there is a delta greater than 0 for which a subset of E is measurable and measure of A less than delta k then integral over f k less than epsilon. അല്ലേ, തന്നിരിക്കുന്ന കളക്ഷനിൽ ഓരോ F1 F2 എന്ന് പറയുന്ന ഫംഗ്ഷൻസും ഇൻ്റഗ്രബിൾ ആണ്. ഫൈനൈറ്റ് എണ്ണേ ഉള്ളൂ, ഒരു FN വരെ ഉണ്ട് എന്ന് വിചാരിക്കും അല്ലേ. F1 F2 എക്സെട്ര FN. ഇതിലുള്ള ഏതൊരു FN ഒരു FK ഞാൻ ജനറലായി ചൂസ് ചെയ്താൽ അത് ഇൻ്റഗ്രബിൾ ആണ്. അപ്പോൾ തൊട്ട് മുമ്പത്തെ പ്രപ്പോസിഷൻ പ്രകാരം എനിക്ക് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഉണ്ടാവും. മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ ഓക്കെ എന്തായിരിക്കും, ഇൻ്റഗ്രൽ ഓവർ എ
മോഡ് എഫ് കെ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഇത് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ കെ ഓരോ ഫംഗ്ഷൻ. ഇപ്പോൾ F1 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ചൂസ് ചെയ്തു. ഇവിടെ യൂണിഫോംലി ഇൻ്റഗ്രബിൾ എന്നുള്ള ക്രൈറ്റീരിയ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ F1 എടുത്താൽ F1ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ 1 കിട്ടും. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, അപ്പോൾ ഒരു ഡെൽറ്റ 1 കിട്ടും. മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ 1 ആവുന്ന സമയത്ത് ഇൻ്റഗ്രൽ ഓവർ എ മോഡ് F1 ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. F2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫംഗ്ഷൻ എടുത്താൽ എനിക്ക് എപ്സിലോണ് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ 2 കിട്ടും. മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ 2 ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഓവർ എ മോഡ് F2 ലെസ് ദാൻ എപ്സിലോൺ. അങ്ങനെ എനിക്ക് ഓരോ എഫ് എന്നുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ n കിട്ടും. മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ n ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഓവർ എ മോഡ് Fn ലെസ് ദാൻ എപ്സിലോൺ. ഇനി ഡെൽറ്റ എന്ന് പറയുന്ന ആളായിട്ട് നമുക്ക് യൂണിഫോം ഇൻ്റഗ്രബിലിറ്റിക്ക് വേണ്ട കണ്ടീഷൻ എന്താ? ഒരൊറ്റ പെർട്ടിക്കുലർ ഡെൽറ്റ ആയിരിക്കണം, ഫംഗ്ഷൻ അനുസരിച്ച് മാറരുത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ ഡെൽറ്റ എന്നായിട്ട് മിനിമം ഓഫ് ഈ പറഞ്ഞ ഡെൽറ്റകളുടെ ഒക്കെ എടുത്തു. ഡെൽറ്റ 1, ഡെൽറ്റ 2 എക്സെട്ര ഡെൽറ്റ. ഈ ഫൈനൈറ്റ് കളക്ഷൻ എന്ന് പറയുന്നതിൻ്റെ പ്രസക്തി ഇവിടെയാണ്. ഈ ഫൈനൈറ്റ് എണ്ണാവുമ്പോൾ അതിൻ്റെ മിനിമം എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ നമ്പർ എക്സിസ്റ്റ് ചെയ്യും. ഇൻഫിനിറ്റ് കളക്ഷൻ ആകുമ്പോൾ അത് എക്സിസ്റ്റ് ചെയ്തോളണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ഫൈനൈറ്റ് കളക്ഷൻ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു മിനിമം എക്സിസ്റ്റ് ചെയ്യും. ആ മിനിമം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ 1 ആണ്, മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ 2 ആണ്, എല്ലാം ആണ്. അതുകൊണ്ട് ഈ കണ്ടീഷൻസ് ഒക്കെ ട്രൂ ആയിരിക്കും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് കെ ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ കെ ആയിരിക്കും. അപ്പോൾ ഈ കളക്ഷൻ എഫ് കെ യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആയി. നെക്സ്റ്റ്, അസ്യൂം ഇ ഹാസ് ഫൈനൈറ്റ് മെഷർ. ഇക്ക് ഫൈനൈറ്റ് മെഷർ ഉണ്ട്. Let the sequence of function fn be uniformly integrable over E. If fn converges to f pointwise almost everywhere on E, then f is integrable over E. എന്താ പറയുന്നത്? ഇക്ക് ഒരു ഫൈനൈറ്റ് മെഷറുള്ള സെറ്റാണ് ഇ. Fn എന്ന് പറയുന്ന സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്, അത് യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആണ്. അപ്പം കളക്ഷൻ യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആയിട്ടുള്ള ഒരു കണക്ഷൻ എടുത്തു. കൂടാതെ എഫ് എന്ന് പറയുന്ന ഈ സീക്വൻസ് യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആണ്, അതിന് പോയിന്റ് വൈസ് കൺവേർജൻസ് ഉണ്ട് ഓൾമോസ്റ്റ് എവ്രിവർ. അങ്ങനെയാണ് ആ ലിമിറ്റ് ഇൻ്റഗ്രബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം. അപ്പം എഫ് എൻ എന്ന് പറയുന്ന സീക്വൻസ് യൂണിഫോംലി ഇൻ്റഗ്രബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് എപ്സിലോൺ ചൂസ് ചെയ്താലും കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ കിട്ടും. അപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു 1 ചൂസ് ചെയ്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ കിട്ടും. ഓക്കെ, സച്ച് ദാറ്റ് മെഷർ ഓഫ് എ ലെസ് നമ്മൾ ഏതൊരു സബ്സെറ്റ് വിത്ത് മെഷർ ഓഫ് എ ലെസ് ദാൻ ഡെൽറ്റ നോട്ട് എടുത്തു കഴിഞ്ഞാലും ഇൻ്റഗ്രൽ ഓവർ എ മോഡ് എഫ് എൻ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. എപ്സിലോൺ മീൻസ് 1 ആയിരിക്കും. ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി മെഷർ ഓഫ് ഈ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് പറഞ്ഞിരുന്ന ലമ്മ അപ്ലൈ ചെയ്താൽ ഇക്ക് നമുക്ക് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള നമുക്ക് ഡെൽറ്റ നോട്ടിനേക്കാൾ ചെറിയ മെഷർ വരുന്ന സബ്സെറ്റുകളെ, അതായത് ഈ സബ്സെറ്റ് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള പാർട്ടീഷൻ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ E1, E2 എക്സെട്ര En എന്ന് പറയുന്ന ഡിസ്ജോയിൻറ്റ് സെറ്റിൻ്റെ യൂണിയൻ ആയിട്ട് ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. ഓരോ EIകളുടെയും മെഷർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രൽ ഓവർ നമ്മൾ നേരത്തെ ആ പ്രൂഫിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. ഇൻ്റഗ്രൽ ഓവർ ഇ കെ മോഡ് എഫ് എൻ ലെസ് ദാൻ 1 ആണ്. സോ സിഗ്മ കെ ഈക്വൽ ടു 1 to n മോഡ് എഫ് എൻ ലെസ് ദാൻ n ആണ് എന്ന് പറയാം. ഓക്കെ, സോ ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് എന്നിന് ഇൻ്റഗ്രൽ യൂണിയൻ കെ ഈക്വൽ ടു 1 to n ഇ കെ മോഡ് എഫ് എൻ എഴുതാം. ഇറ്റ് ഈക്വൽ ടു ബൈ അഡിറ്റിവിറ്റി സിഗ്മ കെ ഈക്വൽ ടു 1 to n ഇൻ്റഗ്രൽ ഓവർ ഇ കെ മോഡ് എഫ് കെ വിച്ച് ഇസ് ലെസ് ദാൻ n എന്ന് എഴുതാം. അപ്പം എന്ത് കിട്ടി? ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് എൻ ലെസ് ദാൻ n ആണ് എന്ന് കിട്ടി. ഇൻ്റഗ്രൽ ഓവർ ഇ മോഡ് എഫ് എൻ ലെസ് ദാൻ n ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് എഫ് എൻ കൺവേർജസ് ടു എഫ് ആണെന്ന് പോയിന്റ് വൈസ് കൺവേർജൻസ് തന്നിട്ടുണ്ട്.
എഫിന് ഫൈനൈറ്റ് മെഷറാണ്. ഓക്കെ, ഈ കാര്യം വെച്ചിട്ട് നമുക്ക് ഫാക്ച്യൂസ് ലെമ്മ അപ്ലൈ ചെയ്യാം. ഫാക്ച്യൂസ് ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്ന് പറയുന്നത് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓക്കെ ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് എൻ ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് എൻ ലെസ് ദാൻ എൻ ആണ്. അപ്പോൾ ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് എൻ എന്തായിരിക്കും? ഇറ്റ്സ് ഓൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ഒരു ഇക്വാലിറ്റി വരാൻ ചാൻസ് ഉണ്ട്. ലിമിറ്റ് അതായത് ആ ഒരു സീക്വൻസ് എല്ലാം ഒരു എന്നിനേക്കാൾ ചെറുതാണ്, ലിമിറ്റ് അതുവരെ എത്താം. അപ്പോൾ വൺ ബൈ എൻസ് എല്ലാം ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ അതിൻ്റെ ലിമിറ്റ് ഗ്രേറ്റർ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്, അതായത് ഈക്വൽ ടു 0 വരുന്ന കേസ് ഉണ്ട്. അപ്പോൾ ലിമിറ്റ് അങ്ങനെയാണ് വരിക. അപ്പം ഇൻ്റഗ്രൽ ഓവർ ഈ മോഡ് എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് പറ്റി, അതായത് ഒരു ഫൈനൈറ്റ് നമ്പറാണ്. ദെയർഫോർ എഫ് ഈസ് ഓർ മോഡ് എഫ് ഈസ് ഇൻ്റഗ്രബിൾ ഓവർ ഇ. മോഡ് എഫ് ഇൻ്റഗ്രബിൾ ആണെങ്കിൽ എഫ് എന്തായി? ഇൻ്റഗ്രബിൾ ഓവർ ഇ ബൈ ഡെഫിനിഷൻ. ഇനി വിറ്റാലി കൺവേർജൻസ് തിയറം ആണ് പറയാനുള്ളത്, അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഓക്കെ, താങ്ക് യു.